ഓണായില്ല. എല്ലാവർക്കും സുഖല്ലേ ഗൈസ്? വാ, ഇന്ന് നമ്മള് അനാൻഷ വ്ളോഗാണ് ചെയ്യാൻ പോണേ. രാത്രി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് നോക്കാം അല്ലേ ക്യാമറമാൻ? അതല്ല, നമ്മള് ചലഞ്ചായിട്ട് വെട്ടും കുത്തും പറയണൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ്. ഓർ കട്ടിങ്സ് ഒന്നും ഉണ്ടാവില്ല അനാൻഷാന്റെ മാതിരി. ഫുള്ള് റിയൽ സാധനം. ഇവിടെ അല്ലേ പരിപാടിന് പകരം പരിപാടി നമ്മള് എലക്ഷന്റെ ടൈമിലല്ലേ ഈ DJ പരിപാടി ഉണ്ടാവുക. അതിന് മുമ്പേ ഇവിടെ DJ പരിപാടി ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങാടിയിലോട്ട് പോവും. അങ്ങാടിയിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നമുക്കൊന്ന് സഭ കൂടാം. ഇതിപ്പോ ഫുള്ള് കട്ടിങ് ആവും. നമുക്ക് ഈ കട്ടിങ് എടുത്ത് ശീലായിട്ട് ഇത് കട്ട് ചെയ്യാൻ തോന്നില്ല. വണ്ടി വരുന്നുണ്ട്. ഇതൊന്നും ലൈവ് ഇട്ടാ മതിയല്ലേ? എങ്ങനെ നമ്മളെ ഒരു അതിഥി അവിടെ ബൈക്കിൽ നിൽക്കുന്നുണ്ട്. മിസ്സബ് എന്താ മിസ്സബിനോട് കാര്യം പറഞ്ഞില്ല കേട്ടോ. ഫുള്ള് സീനാവും. 18+ ആവും മിക്കവാറും. എത്ര ഈ ചങ്ങായി വലിച്ചടിച്ച് വരുന്നേ വിചാരിച്ചു. അടുത്ത വണ്ടി പോയിക്കോട്ടെ. വണ്ടി പോയില്ലേ അടാ ഇവിടെ അയ്യാടാ മിസ്സബല്ലേ പോലെ തന്നെ പാടി. സോറി ഗൈസ് നമ്മളെ ഏരിയയിൽ ഇലക്ഷൻ പരിപാടിയൊക്കെ തുടങ്ങിന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വോട്ടുണ്ട്. കൊറേ പറയാണ്ട്. വാ, വോട്ടുണ്ട്. നമുക്ക് കൊറേ കാര്യങ്ങൾ ആർക്കും എത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത്രയും നേരം ഞാൻ ഓണാക്കിയിട്ട് ഇവിടെ അടുത്ത മൈക്ക് ഓണാക്കിയില്ല. ഇതൊക്കെ സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ ഉണ്ടാവും. ഞാനിപ്പോ മൈക്ക് ഓണാക്കി വെച്ചാണ് ഞാൻ അവിടെ നിന്ന്. ക്യാമറാമാന്റെ മൈക്ക് ഓണാക്കാൻ മറന്നു ഗൈസ്. അപ്പൊ ബസ് സ്റ്റോപ്പിൽ ആളില്ല. ബസ് സ്റ്റോപ്പിൽ ആളില്ലാത്തോണ്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് നമ്മള് എല്ലാരും വെയിറ്റ് ചെയ്യാണ്. ഇനി നമ്മളെ വലിയ ടീംസ് ഒക്കെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കണ്ട എല്ലാരും നോക്കിട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ആ ടീംസുകൾ വന്നാലേ നമ്മള് സഭ കൂടലൊക്കെ നടക്കുള്ളൂ. അനാൻഷ ആയതുകൊണ്ടാണ് അനാൻഷന്റെ പാട്ടൊക്കെ വരുന്നത്. നമ്പറൊന്നും അവർ കളിച്ചാലുള്ള നേരം ഒന്നും ഉണ്ടാവില്ല. ഇത് നോ എഡിറ്റ് വീഡിയോ ആണ്. ഞാനോട് വരുമ്പോ പറയണേ മാസിട്ട് വരണ്ടാന്ന്. അപ്പൊ നമ്മളടുത്താളെത്തി നല്ല പറഞ്ഞാണ്ട് ഇവനാണ് നമ്മളെ നാട്ടിലെ ഞാൻ വിളിച്ചോളൂ. എന്റെ പേര് ഇജെന്തിനാ ഇജ് വിളിച്ചാണ് എന്ത് ഇവിടെ വെച്ചിട്ട് വരി. ഇവിടെ വെച്ചിട്ട് അല്ല ഇജെന്തിനാ ഇതാക്കണേ? എങ്ങനെ ഇജെന്താ പറഞ്ഞു? ആരും കേട്ടില്ല. +1 പഠിച്ചത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്ത് പോയി? അതിന്റെ മണ്ട അങ്ങനെ മനസ്സിലാവുക ആൾക്കാർക്ക്. ഇത് പ്ലസ് ഇതില അല്ല വേറൊരു പ്രശ്നം ഉണ്ട്. തെറി കളിച്ചാൻ പാടില്ല. അതാണ് കളി. അനാൻസിനെ കുറിച്ച് 2 വാക്ക്. നല്ല ചെക്കാണ്. നമ്മളെ യൂട്യൂബറാണ്. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത അനാൻസിനെ കുറ്റം പറയാൻ പാടില്ല. ആരും കുറ്റം പറയാൻ പാടില്ല. അതാണ് പാട്ടിനെ പോയിട്ട് പൈസ ഉണ്ടാക്കല്ല. അനാൻഷന്റെ ഹേറ്റേഴ്സിനോട് എനിക്ക് എന്താ പറയാനുള്ളത്? ചെക്കന് വെറുതെ വിടറാ. ഇതെന്ത് ജപജപാണല്ലോ. ഒന്ന് പറയാ അപ്പൊ വരും. ആഫി അത്രക്കല്ലേ വരുന്ന ആൾക്കാരുണ്ട്. വേറെ ആരില്ല. ഇതെന്താ പരിപാടി അറിയോ?
എത്ര മൊട്ടല് ഓർഡർ അടിച്ചിരിക്കണേ. അയ്യോ സാറേ എന്നെ കൊല്ലുന്നു. ഞാൻ പറഞ്ഞു, കേറി. വായി തെറ്റിയെന്നാ. അയ്യോ സാറേ എന്നെ ഒരു പാർട്ടി വരും. സംഭവം കേസ് ഇതാ. നമ്മള് അനാൻസ വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോണേ. അതന്നെ അനുകരിക്കണം നമ്മള് ഇത്ര ടൈം റിയൽ ആയിട്ടുള്ള കാര്യം. അങ്ങനെയാണെന്ന് മറ്റേ കാണിച്ചാണോ മറ്റേ സൂപ്പർ മാർക്കറ്റ് പോയാണ്ട് പ്ലേറ്റ് തല്ലി പൊട്ടിച്ച എറിഞ്ഞു പൊട്ടിച്ച ഇതില് വേറെ പ്രശ്നമുണ്ട്. മണ്ട ഞാൻ പറഞ്ഞുതരാം. ഇത് കട്ടും വെട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ തെറികൾ പറഞ്ഞാൽ അതേമാതിരി ഉണ്ടാവും, എല്ലാം പറഞ്ഞാൽ അതേമാതിരി ഉണ്ടാവും. മാന്യമായിട്ട് പെരുമാറണം. ശിവ ശിവ ചിന്തിക്കാൻ പോലും പാടില്ല. അപ്പൊ ഇവിടെ ഇരിക്കാം. അതന്നെ എന്താ തന്നെ എത്തൊക്കെ ഞാൻ പറയുന്നത്. പാടിയൊന്നും ചെയ്യേ രണ്ടേലും എടുക്കുക. എന്ന് ഞാന് 9 ആവുമ്പോ കൊയ്യാകാൻ പോകും പെരേക്ക്. രണ്ടാഴ്ച മുമ്പാണ് ഇവനാ കട കയറിയത്. അതിന്റെ സെറ്റടിക്കാ കട കിട്ടും. അധ്വാനിച്ച് എന്തോരം പൊതിയേ. രണ്ടു വാക്ക് സംസാരിക്കേ. ആരെ കുറിച്ച്? ഇന്നെ കുറിച്ച് സംസാരിച്ചത്. നല്ല ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നത്. മനസ്സിലായി. ഗുഡാണ്. എന്താണ് ഇതിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ അത് നല്ലൊരു ഇതാണ്. നല്ലൊരു കൊല്ലം എല്ലാ കൊല്ലം ആ ക്യാമറ അങ്ങനെ ഇരിക്കാം. ഞാൻ നടന്നു അനാൻസൊക്കെ അങ്ങനെ നടന്നോളൂ. ജബ ഞാൻ അനാൻസ ഞാൻ അനാൻസ ഇന്ന പറ്റി രണ്ടു സംസാരിക്കും. രണ്ടു വാക്ക് സംസാരിക്കും. എന്താ പറയാ ലൈവല്ല കട്ട് അവിടെ കീ പറയണം കേട്ടോ. മാത്രം ഞാൻ വെച്ചു. നാളെ അനാൻസാനെ ഇവിടെ പറയുമ്പോ ഇവിടെ കൊടുക്കും മൈക്ക്. വേറൊരു കാര്യം പറയാനല്ലേ, നിയാദ് മറ്റേതിൽ പൊട്ടിട്ടോ. ഡ്രൈവിംഗ് ഇരുന്നിട്ട് പറയും. ലൈസൻസിൽ നിയാദ് പൊട്ടി. അത് നാട്ടുകാരൊക്കെ അറിയണം. പക്ഷെ ഓമ്പടെ ഇല്ലേ കൈസ്. ഓമടെ ഇല്ലാനും മനുഷ്യ ഓനെ കുറ്റം പറയാം. അനാൻസ വ്ളോഗ് എല്ലാവരും സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തിയാ. കാരണം അനാൻസ വൈറലാകുമ്പോ എന്താ മറ്റേ ഓന്റെ ടീമിലുള്ള മാതിരി എല്ലാവരും ഗ്യാങ്ങിലുള്ള പരിചയം പറഞ്ഞല്ലോ. അതാണ്. സൽമാൻ എവിടെ പഠിക്കുന്നു? EMA എത്രയാണ് പഠിക്കുന്നത്? +2. ഓൻ പറഞ്ഞ സിനാൻ പേര് സിനാൻ. അല്ല, കുറച്ച് മാസിന്റെ ആളാണ്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? +2. പെണ്ണ് കിട്ടിയില്ല. സിംഗിൾ ആണ്. സിംഗിളാണ്. ആരെങ്കിലും പെണ്ണൊന്നും കിട്ടൂല. ബാക്കി പറഞ്ഞു. മൂട് പോക്കി മൂട് നോക്കി പിന്നെ അത് തിരിഞ്ഞു കൊത്തും. അത് പാമ്പാണ്. എന്താണ് പേരെന്താ? എത്ര പഠിക്കും? പഠിക്കില്ല, ജോലി ചെയ്യാണ്. എന്തിനാ പറയുന്നത്? ചോദിക്കണോണ്ട് പറഞ്ഞാ എന്താ ചെയ്യുന്നത്? ഇരിക്കുന്നു. പണിക്കോണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഉദ്ദേശം അതിനാ വിളിക്കോണേ. ജീവിത ലക്ഷ്യം എന്താ? ഞാൻ പണിക്കോണം എന്തിനാലോ ഞാൻ പണിക്കോണം ചെയ്യും. ഇവിടെ ഒരു BMW ഇങ്ങനെ അത് അത് നായ മൈക്കോട് കൊടുക്ക് സ്വപ്നത്തില്. ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് ഒരു BMW ഇങ്ങനെ M5 സ്വപ്നത്തില് റിയല് 23 പറയുന്ന കൗണ്ടർ ഒന്നും കിട്ടൂല. അവന് കൊടുക്കും. 23 years old. പിന്നെ ഞാൻ പറയുന്നത് കിട്ടണല്ലോ. ഞാൻ വായിക്കണേ. അത് വള്ളിക്കുന്ന എന്താ അതിന് പറയാ? എന്തെങ്കിലുമൊക്കെ പറയും. വണ്ടി ഇടിച്ചു വള്ളിക്കുന്നു അല്ല, കൊടുവള്ളി മാറി വള്ളിക്കുന്നു പറഞ്ഞു. വള്ളിക്കുന്നാക്കി. മറ്റേ അനാൻസാന്റെ അസ്കറിന്റെ ഇഷ്യൂ എന്താ അന്ന് പറഞ്ഞു. നമ്മളെ കൂട്ടത്തിലുള്ള അസ്കറിന്റെ ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ അനാൻസ അസ്കറിന്റെ അടുത്ത് 2 സ്ക്രീൻ കാർഡ് ഒക്കെ ഉണ്ടാവും.
അതിന്റെ പൈസ കൊടുത്തില്ല. എങ്ങനെ ഇത് പറയുമ്പോ അന്നെ തിരിച്ച് അനാൻസി അസ്കർ ആണെന്നുണ്ടെങ്കിൽ അനാൻസാരുടെ 2 സ്ക്രീൻ കാർഡ് വാങ്ങിയാല് അസ്കറിന്റെ 2 സ്ക്രീൻ കാർഡ് വാങ്ങി അനാൻസ പൈസ കൊടുത്തില്ല. അതിന്റെ അസ്കറിന് അതെ എന്റെ അസ്കറിന് അത്ര അറിയുള്ളൂ. ടെക്കിനായിട്ടുള്ള വിഷയം ഇടി നമുക്ക് ഞാനും ഇപ്പോഴാ അറിയണ ഈ കഥയൊക്കെ. അത് പുതിയതാ. ഞാൻ തന്നെ ഉണ്ടായി. അത് സോൾവ് ആയില്ലേ? ഇഷ്യൂ സോൾവ് ആയില്ലേ? നാളെ അതൊന്നും അസ്കർടെക്കിന്റെ ചാനൽ കയറുമ്പോ ഒന്നുമില്ല, ഫുള്ള് ഒഴിവാക്കിയാണ്. അല്ല നമ്മള് ഓനാക്കണ് മാപ്പ് പറഞ്ഞു. എന്തോ ഒരു വിഷയം ഉണ്ട്. ഇവിടെ ഇരുന്നാ ഇവിടെ എന്റെ വലം കൈയും ഇടം കൈയും ഇവിടെ ആ വിഷയം മൈക്കോടെ കൊടുക്കണായി മറ്റേ ഇനി എന്താ പറയുക അടുത്ത 5 അങ്ങോട്ട് വന്നാ ഒരാളെ കുറ്റം പറയാ. അങ്ങോട്ട് വാ, അങ്ങോട്ട് ഈ മിസ്സിനെ പറ്റി കുറ്റം പറയാതെ ഇല്ല ഇല്ല വീസിന് എടുത്തിന് എത്തേലും ഒരു 2 കുറ്റം, ഒരു കുറ്റം വന്നാൽ ചെറുക്കനായിട്ട് ഒരു കുറ്റം പറയാതെ അത്ര നല്ല പെർഫെക്റ്റ് മാല ഇട്ടണോ? സാമ്യൊന്നല്ലല്ലോ കുറ്റം, കള്ളം പറയാതെ അങ്ങനെ. ഇതെന്താ പ്രാവശ്യം മലക്കോഞ്ഞേ? എനിക്ക് ഇറച്ചി മീനും തിന്നാക്കാൻ പറ്റൂല. കേട്ടില്ലേ? എന്നാ ഈ മിസ്സബിന് സാണപ്പന് ഇജൊരു സാണപ്പന് 2 കുറ്റം പറഞ്ഞ സാധനപ്പന പറ്റിയല്ല. 2 ദിവസം മുമ്പുണ്ടല്ലോ ഒരുത്തൻ വർക്കിനായി എന്നിട്ട് ഹാർഡ്വെയർ ഷോപ്പിൽ പറയാ കാക്കാ 2 ലൈസ്. സാധനപ്പന പറ്റിയല്ല, സാധനപ്പന പറ്റിയല്ലോ, സാധനപ്പന പറ്റിയല്ലോ ഒരിക്കലും. എനിക്ക് പറയാൻ കാരണം എന്താ വെച്ചാല് അയാള് ആടുവാര ഷോപ്പിന്റെ മുമ്പിൽ മറ്റേ വായക്കൊല തൂക്കിടണോ സംഭവം ആദ്യം ബോധമില്ലാതെ പോയ അതിനോട് കളിയൊക്കെ സൂക്ഷിച്ചു നോക്കിയേ. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചെങ്ങായി ലാഭത്തിന് വേണ്ടി വായക്കൊലൊക്കെ വെച്ചോ, എങ്ങനെയും 2 കച്ചവടം ഉണ്ടായിക്കോട്ടെ. വായക്കൊല കണ്ടപ്പോ ഞാൻ വെച്ചത് ഏതോ പറ്റി ലൈസ് വെച്ച് ആളറിഞ്ഞ ഹാർഡ്വെയർ ഷോപ്പ് ശരി എന്ന് പറഞ്ഞു. അത്ര ഞാൻ കാര്യമില്ല. അതാണ് എനിക്കില്ലേ സ്കൂൾ ലൈഫിൽ ഉണ്ടായ ബാഡ് എക്സ്പീരിയൻസ് എന്താ? പരിചയപ്പെടുത്തിന് ആടപ്പം വയറല്ലേ പിടികിട്ട പുള്ളിയല്ല, അല്ല പിടികിട്ട നല്ല ആളാണ്, സെലിബ്രിറ്റിയാണ്. നമ്മളെ നാട്ടിലൊരു അത് പറയല്ലേ കുഴപ്പമില്ലല്ലോ. നമ്മളെ നാട്ടിലൊരു കുളത്തില് ഒരു ചങ്ങായിന്റെ ഫോണ് പോയിനി അല്ലേ? ഫോണ് പോയിട്ട് എന്നിട്ട് എന്താ പറഞ്ഞു? അത് പറഞ്ഞു കൊടുക്കാം, നമ്മുടെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കേ. എന്താ ശരി പറയടാ, അത് കോമൺ ആയിട്ടുള്ള ഫോണ്. എന്തിനോട് തന്തനെ പോണോ? ഇയാളെ തന്തന ഇത് കേക്കണ നീ ഒരു തന്തനമാണ് കുളത്ത് വീണ്. കുളത്തിന്റെ അടിക്ക് പോയി കല്യ വെള്ളേരി അപ്പൊ ഫോൺ എടുത്തെടുത്ത് അവന്റെ ഡെഡിക്കേഷൻ ആലോചിച്ച് നോക്കി. ആ അത്രയും ആളുള്ള കൊളുത്ത് പോയണ്ട ചങ്ങായിന്റെ ഫോൺ എടുത്തെടുത്തല്ലോ. അതൊന്നും പിടിച്ചാ ഒരു കയ്യടി കയ്യടിക്കടാ. നീ ചടിച്ചാ കയ്യടി. നമ്മളോട് വിജയോ. ഞാൻ എൻ്റെ അടുത്തേക്ക് വരാം. എന്റെ സ്കൂൾ ലൈഫിലുണ്ടായ ബാഡ് എക്സ്പീരിയൻസ് ഇന്ത്യതൊക്കെ പറഞ്ഞോ, ഒന്നും കുഴപ്പമില്ല. പറഞ്ഞു അല്ല ആദ്യം എന്റെ അത് പറയും, എന്റെ ഒരു ബാഡ് അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ്. അസ്കറിനോട് പോയാ എന്നായിക്കോട്ടെ. ഗൈസിന്റെ കഥ പറയുകയാണെങ്കിൽ എനിക്ക് സ്കൂൾ ലൈഫിൽ ഉണ്ടായ 5ാം ക്ലാസ് അല്ല പറയണേക്ക് 5ാം ക്ലാസ്സിന് എനിക്ക് എന്തോ ഒരു സംഭവം ഉണ്ടായിന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ വെറുതെ എന്തോ തട്ടി ഇല്ലാക്കാതെ ഉണ്ടാക്കി പറഞ്ഞ ഇതൊക്കെ ഞാൻ അന്ന് വല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയാണ്ട് ഇവര് ചിരിക്കാൻ വേണ്ടി സാധനം ഇറക്കി കൊടുത്തു. എന്നിട്ട് ഇവരെ വലിയ കാര്യാക്കിക്കണേ. അത് പറഞ്ഞു കൊടുക്കുന്ന അജ്ജ് തന്നെ പറഞ്ഞേ കേസ് പറഞ്ഞു.
അനക്കൊന്നും ഉൾപ്പില്ലായ്മ ഉണ്ട്. എനിക്ക് പോയപ്പോല്ലല്ലോ, ഇല്ല തണുക്ക് പോയപ്പോ. എങ്ങനെ പറയാ പറയും നജ്ജ് പറയും ആ കഥ ഒന്ന് ആ പറഞ്ഞു. കഥ പറഞ്ഞാലോ ഇത് 18+ ആവും. ഇല്ല ഇല്ല ഞാൻ പിന്നെ 18+ കണ്ടിട്ടുണ്ട് വരും. ആ, ഇത് 18+ ഒരിക്കലും ആവില്ല. ഇന്നാച്ചില്ലേ നമ്മള് സ്റ്റാൻഡേർഡ് ആയിട്ട് അറിയാത്ത രൂപത്തില് ഡബിൾ മീനിങ് ആക്കി പറയും. അങ്ങനെ വെച്ച് പറയാം. സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു പേരും ചിലപ്പോ അതിന്. അത് ഞാനും ആലോചിക്കണം എന്താ പറയാന്നുള്ളത്. പരിപാടി ഇവന്റെ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടി ബെഞ്ചിമലി ഷിറ്റിട്ട് എന്നിട്ട് ബാക്കി പറയും. ഇട്ട് ഷിറ്റൊക്കെ തോത്തി കഴിഞ്ഞ് നഞ്ഞ തുണി കൊണ്ടൊക്കെ തോത്തി അവസാനം ആ വെള്ളം തോത്തി കഴിഞ്ഞില്ല, നീച്ച് പോയപ്പോഴാണ് ആ കുട്ടി ഡ്രസ്സില് ഷിറ്റിട്ട് ഊറി വന്ന് വെള്ളം ബെഞ്ചിമലിക്ക് എന്നിട്ട് അതാരെ തുടച്ച പറയും. അന്നേ നന്മ വരാട്ടോ. ഒരു നന്മ കിട്ടിയാൽ ഒഴിവാക്കൂല. ഞാൻ അന്ന് അതൊന്നും ആലോചിച്ചില്ല. ആ പെൺകുട്ടിയുടെ പാടത്തപ്പോ പെൺകുട്ടിന്റെ കല്യാണം കഴിഞ്ഞോ? നല്ലതന്നെ. കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം അയച്ചു പോയിണേ. എടാ അത് ചെയ്യണ വലിയ പ്രശ്നാ. സുഗന്ധപരത്തിന് അത്രയും നല്ല കാര്യ. അതാണ് ഇപ്പഴേക്ക് ഓർമ്മ കേട്ടി ഡ്രസ്സില് ഷിറ്റിട്ട് അതിന് ഊരി വന്ന കുറച്ച് വെള്ളം വെഞ്ചിന് ഇറ്റി പോയി. ആ പെൺകുട്ടിന്റെ നഷ്ടം. ചെക്കനത് നടുപ്പേജ് കീറി അന്നില്ലേ വിളിച്ചപ്പോ ആർക്കും എല്ലാവർക്കും വരാൻ മടി. അപ്പൊ ഞാനും കുറച്ച് മൂന്നാല് ആൾക്കാർ മാത്രമുള്ള ഈ ബെഞ്ച് ക്ലീൻ ആക്കാൻ ഉള്ളേന്. അപ്പൊ ഞാനൊന്ന് വലിയൊരു ഡിസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഥയാണ്, ഇതിനെ വിശ്വസിച്ച വേണ്ട. അത് ഉണ്ടാക്കി കഥയാണ് നമ്മളിപ്പോ വിശ്വസിക്കും. എന്റെ സ്വഭാവം ചിരിക്കാൻ വേണ്ടി ഇത്ര കാലം ഇത്ര കൊല്ലായി 10 കൊല്ലം എത്ര വയസ്സായി? 10 കൊല്ലോ? അല്ല ആകെ 20 വയസ്സ് ഒരു പൊടി വീശുള്ളൂ. എന്നിട്ട് 10-20 കൊല്ലം 6 കൊല്ലം എന്തായാലും ഉണ്ട്. 6 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് എത്ര കാലം ചിരിച്ചാളെ സാധനം കിട്ടി. ഇതൊക്കെയാണ് എന്റെ ഹാപ്പിനെസ്. അല്ല അപ്പൊ ഇപ്പൊ സ്ക്രിപ്റ്റ് ആണ് പറഞ്ഞോണ്ട് ഞങ്ങൾ ചിരിച്ചാതൊക്കെ പറഞ്ഞേ. സ്ക്രിപ്റ്റ് ആണ് ഞാൻ ഇത് കേട്ടോ. ഞാൻ ആരോടൊക്കെ അത് പറയാരോ, ഞാൻ കെട്ടിയ പെണ്ണിനോട് പറയും, കുട്ടികളോട് പറയും. അതിന് ആ പെണ്ണിനെ അറിയില്ലല്ലോ. പെണ്ണിനെ ഇപ്പൊ കാണിച്ചു തന്നിട്ടില്ല. എന്റെ കല്യാണത്തിന് പ്രൊജക്ടിൽ വലുതാക്കി ഞങ്ങള് വീഡിയോ ഉണ്ടാക്കും. വെല്ലുവിളിയോ അല്ല വലിയ കളിയാവും. അതിനും വലിയ കളികള് ആക്കിയിട്ടുണ്ട്. തൊപ്പിനെ കുറിച്ച് 2 വാക്ക് ആദ്യം ഇജ് പറയും, എന്നിട്ട് മിസ്റ്റർ ഒന്നും പറയാല്ല. ചെറുക്കാൻ പിടിച്ചാണ്ട് തിന്നാണ് എന്തിനാ പേടിക്കണേ? തൊപ്പിനെ കുറിച്ച് നല്ലതും പറയാ ചീത്തതും പറയാ. നോ വേർഡ്സ്. ഞാൻ പറയാം. ഞാൻ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി കളിച്ചണേ? തൊപ്പിനെ കുറിച്ച് നിങ്ങള് പറഞ്ഞാലേ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചെക്കൻ ഐസാ എങ്ങനെ നിന്ന് ചെക്കനൊന്ന് ആലോചിക്കാം. ഞങ്ങളിപ്പോ എത്ര പറഞ്ഞു? അല്ല എന്തേലൊക്കെ പറയാണ്ടാ. അതുകൊണ്ടല്ലോ ഒന്നും പറയാല്ല പറഞ്ഞു. ഞാൻ പറയണേക്ക് എങ്ങനെ നിന്നിന്ന് തൊപ്പിയ എന്താ ഇങ്ങോട്ട് നോക്കണേ? ഞാൻ പറയട്ടെ മറന്നേ. ആയിക്കോട്ടെ, ഞാൻ എന്തോ പറയാൻ എങ്ങനെ കുറച്ച് ഒച്ചപ്പാടാക്കി പറ്റ സൈലന്റ് ആയി പിന്നെ പറയാനില്ല. അതൊന്ന് ഒച്ചപ്പാടുണ്ടാക്കി കൊടുത്താ ഒച്ചപ്പാടുണ്ടാക്കാൻ അറിയില്ലേ? എന്ത് അവിടെ പറയട്ടാ. ലേക്കിട്ടില്ല അല്ലല്ല പറയണ്ട് കാര്യത്ത് പറയണ്ട്. നിങ്ങൾക്ക് അബൂസാദ വാട്ടർ അബൂസാദ വിത്തല പഞ്ചാച്ച് ആ വാട്ടർ ഞമ്മളെ ഞാൻ വേറെ കാര്യണ്ട്. ഇത് ഇറങ്ങിയാണ്ട് നാളെ നമുക്ക് ഇതിൽ നടക്കണം. അപ്പൊ നമ്മള് കുറച്ചുകൂടി അതൊക്കെ പണ്ട് കളിച്ചിന് വാട്ടർ. ഓട്ടോറിക്ഷക്കാരിങ്ങനെ ഓട്ടോറിക്ഷക്കാരിങ്ങനെ സൈഡ് ഇങ്ങനെ ചന്തി ഇങ്ങനെ ആക്കിയാണ്ട് ആർക്കും വർക്ക് ആയിക്കാട് ഞാനൊന്ന് ചോദിക്കാം. ഇത് ഞാൻ കാര്യത്ത് വരെ ഉണ്ടാക്കിയതല്ല. ഞാൻ ഇവിടുന്ന് വരുമ്പോഴേ പണി കഴിഞ്ഞ് വരുമ്പോഴേ മറ്റേ ഇതില്ലേ ഇതെന്തിനാ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കണേ? മൈക്കന്നെ പച്ചനേറ്റ് മറ്റേ എവിടെ ആ കിങ്ങില്ലേ പുളിക്കല് കിങ്ങില്ലേ ഫുഡ്. അവിടുന്ന് കഴിഞ്ഞാണ്ട് വേറെ ഏതോ ഒരു ഹോട്ടലുണ്ട്. അവിടെ ഏതോ ഹോട്ടലുള്ളേ
ഒരു ഹോട്ടല് ഒരു ഹോട്ടല് ഫുഡൊക്കെ ഹോട്ടലല്ലേ നല്ല 2 ബസ്സില് ഫുള്ള് കുട്ടികള് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിക്കുക. എത്ത് മനസ്സിലായി ഞാൻ പറഞ്ഞേക്ക്. അല്ല ആലോചിച്ച് കിട്ടില്ലേ സ്കൂളിൽ ട്രിപ്പ് പോയിനോ? നിങ്ങളൊക്കെ സ്കൂളിൽ ട്രിപ്പ് പോയിനോ? ട്രിപ്പ് പോയപ്പോ എന്തെങ്കിലും തിന്നണ്ടായിന്? പൊറാട്ടയും കോഴിക്കറി. ഉച്ചക്ക് ബിരിയാണി ഉണ്ടാവും. ഉച്ചക്ക് ബിരിയാണി. അത് ഇവിടുന്ന് നാട്ടിൽ നിന്നാക്കി പോണ ബിരിയാണി. ചെമ്പേറ്റി പോണേ. ചെമ്പേറ്റി പോണേ. രാത്രി തിരിച്ചെത്തല്ലോ. ഫുഡ് വരെന്നല്ലോ. രാത്രി ചപ്പാത്തി എല്ലാവർക്കും കാലമാരെ പോക്കൊക്കെ ട്രിപ്പിന് ചലിച്ചൂട് എന്താണ് ഉണ്ടായി പറയും ഹോട്ടലിന് വരിക്ക് ഫുഡ് കഴിച്ചു പോവാ. ഹോട്ടലിന് നമുക്ക് കൊടുന്നുണ്ടായിന് അടുത്തുള്ള പള്ളിന്റെ മുന്നേ ഇറങ്ങും. ഞാൻ +2 പോയപ്പോ എനിക്ക് നല്ല ഏർക്ക് കിട്ടിയാണ്. എന്താണ് ഞങ്ങക്ക് ഹോട്ടലിന് കിട്ടി. നല്ല കൊടൈക്കനല്ല അടിപൊളി ഫുഡ്. കൊടൈക്കനാലിന് ഫുഡ് കഴിച്ച നിങ്ങൾ ആരും പറയരുത്. കൊടൈക്കനാലിൽ ഒരു മന്തി കഴിച്ചു. വീഡിയോയില് പറഞ്ഞ നമ്മള് ഓല് പറയും അന്തല്ലേ നായ്ക്കളെ നിങ്ങൾക്ക് അവിടെ പോയി മന്തി കഴിക്കാൻ. അപ്പോഴും പറഞ്ഞു അവിടുന്ന് കഴിച്ചണ്ടായി. കൊണ്ടോട്ടി പോവാ കഴിക്കാനേന്ന്. മൂന്നാറിനല്ലേ കൊടൈക്കനാലല്ലേ? ആ പറയും മൂന്നാറ് എന്താ പറഞ്ഞ കൊണ്ടോട്ടി പോവാന്. മന്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്താ വറ്റിപ്പണി നിൽക്കും. വള്ളം ചീന്തു. നമ്മള് പ്ലേറ്റിൽ നിന്ന് നമ്മള് പ്ലേറ്റിൽ നിന്ന് സെൽഫായിട്ട് ഊറ്റിയ ഇങ്ങനെ ഊറ്റിയ ഈ കൈമ ഇതാണ് പറയുന്നത് സെൽഫ് സർവീസ്. ഇതിനാണ് കൊറേ നേരം കാത്തുന്നതിന് ശേഷം ഒരു മന്തി കിട്ടിയത്. ഇനി നല്ല പൈച്ചാണ്ട് എന്നാ പറഞ്ഞ ഇപ്പൊ കാലം പോയ പോക്കേ. അതെ അതെ എല്ലാവർക്കും ഹോട്ടലിനൊക്കെ ഫുഡ്. മൈക്ക് കിട്ടിയവൻ എനിക്ക് കൊരങ്ങണ്ടേക്ക് പൂമാലായിട്ട് വരും. ഇതെന്നത് കുറിച്ചാണ് ഞാനൊരു വീഡിയോ പാഞ്ഞു വരും. ഇവിടെ ഞാൻ നാളെ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോ ഞാൻ ആലോചിച്ച ഇന്ന് എനിക്ക് ഭയങ്കര ചെയ്യാൻ ആരും കാണല്ലോ. ഇതില് മാത്രമേ കാണുള്ളൂ. അങ്ങ് വോട്ടില്ലേ? ആർക്കാ ചെയ്യണേ? ആർക്ക് ചെയ്തിട്ട് അതല്ല ആർക്കാ ചെയ്യണമെന്ന് പറയണ്ട. ആർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? ആർക്ക് ചെയ്യണം? വെരി പ്രൈവസി. നമ്മക്ക് ആർക്ക് ചെയ്തിട്ടാണ് കാര്യം? ആജു പറയും. ആർക്കെങ്കിലും ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ? മെസ്സിക്ക് ചെയ്യുള്ളൂ. നമ്മളെ നല്ലവനായ നരേന്ദ്രമോദി BJPക്ക് ചെയ്യും. ഇതാ വോട്ടല്ല കൂമൂരി. ഉപ്പുമാങ്ങ പറഞ്ഞു സിറ്റല്ലേ സിറ്റല്ലേ തെരയല്ലോ സിറ്റ് ഞങ്ങള് തിരിച്ചല്ലോ. ഞങ്ങൾക്ക് വോട്ടില്ലേ? വോട്ടില്ല. 18 വയസ്സല്ലോ. വോട്ടൊന്നും ആയില്ല. നല്ലൊരു കാര്യം. നല്ലൊരു വാർത്ത. നല്ല വാർത്ത എന്താ? വോട്ടെടുപ്പ് ദിവസം സ്വകാര്യ സ്ഥാപനങ്ങളുടെ ജീവനക്കാർക്ക് ശമ്പളത്തോടെ അവധി നൽകണം. എല്ലാവർക്കും പോരെ? ഇതൊക്കെ ഞങ്ങൾ പറയല്ലോ. ആദ്യം ഞങ്ങൾക്ക് തന്നില്ലെങ്കിലും ഒരു നിയമം വന്നില്ലേ? നല്ലൊരു സ്കീം. കത്തുള്ളൂല്ലേ? നമ്മൾ എങ്ങോട്ട് വേണം വ്ളോഗ് തൊട്ടനെ പിടിച്ചൊരു വ്ളോഗ്. അപ്പൊ ആൾക്കാരെ എണ്ണം കുറയും. അപ്പൊ ആദ്യം മിസ് പോവും, പിന്നെ ആഫി പോവും, പിന്നെ മൂസർ പോവും. കോഴിക്കടയില് ബാക്കിയുള്ള കോഴി കാട ഇതൊക്കെ വെറുതെ അറുത്തിടും. കാരണം ബാക്കിയുള്ള പെര കൊണ്ടാലോ വെറുതെ അറുത്തിടുണ്ണി ഓരോന്ന്. അതാവുമ്പോ ബാക്കിയുള്ള ഏടര് പറഞ്ഞാട്ട് ഇതിനെടുത്ത് കൊടുക്കും. ഇതോ പെര കൊണ്ടോ തന്നെയാണ് പറഞ്ഞത്. ഇത് സീനാട്ടോ. 4 വർത്തനം പറയാ. അവിടെ ചൈൽഡില് ചെയ്ത മണ്ടത്തരം എന്താ? ഞാന് ആയത്തിന് അതേമാതിരി ക്യാമറ എടുത്ത് നിൽക്കുന്ന സാധനത്തെ അല്ല റിൻഷാദ് ഒരു സൈഡിലുണ്ട്. ഇല്ല കുഴപ്പമില്ല. അല്ല അങ്കെന്ത് വിളിച്ച നഷ്ടം? അങ്കെന്ത് വിളിച്ച നഷ്ടം? നേർക്ക് കൂടി കുട്ടിയില് പോറോ. അപ്പം ഞാനും ആയത്തിനൊക്കെ പറഞ്ഞാല് കുറച്ച് ചെറുപ്പത്തില് നല്ല മീനൊക്കെ വളർത്തിന്. നല്ല മീൻ പറഞ്ഞ നല്ല മീൻ കച്ചവടം പറഞ്ഞിട്ട് പോയാ മതി. പിന്നെ ഞാനും അതേമാതിരി ഇവനൊക്കെ ഉണ്ട് കേട്ടോ. ഈ ക്യാമറമാന് ഞങ്ങള് കുറച്ച് ടീമൊക്കെ അവിടെ നല്ല മീൻ വളർത്തിന്. പിന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഓരോ ദിവസം അപ്പൊ നമ്മൾ എങ്ങോട്ടെങ്കിലും വീട്ടിലല്ലേ മീൻ വെക്കുക. അപ്പൊ വീട്ടിൽ നമ്മൾ എങ്ങോട്ടേലൊക്കെ നിക്കാൻ പോയി അങ്ങനെ എങ്ങനെയൊക്കെ പോയി വരുമ്പോ മീൻ കാണൂല. അല്ല അടുത്തില്ല, മീൻ കാണൂല.
അപ്പൊ ഞമ്മള് വിചാരിച്ചു അല്ല 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 അങ്ങോട്ട് പറഞ്ഞു അവിടെ പോയി വാങ്ങിയാറിട്ടു ഞാൻ എന്നെ പറ്റി പറഞ്ഞില്ല എന്റെ പേര് അറിഞ്ഞില്ലല്ലോ. അതന്നെ പറഞ്ഞേ ഞാൻ അത് ഫുള്ളാക്കിയില്ല. ആറ് പേര് ആര് പറയണ്ട. ഞാൻ പറഞ്ഞിട്ടില്ല. ആരുടെ പേരും പറഞ്ഞിട്ടില്ലല്ലോ. ആരാന്ന് പറയണ്ട. ഞാൻ ആരുടെ പേരും പറഞ്ഞിട്ടില്ല. ആരാന്ന് പറയണ്ട. എന്നാ പറയാ അഫ്ലു പറയും. എന്നിട്ട് ഇങ്ങനെ മീൻ കാണൂല. അപ്പൊ നമ്മളൊക്കെ എന്നും വിചാരിച്ചു ഇതിപ്പോ എങ്ങട്ടെ ഈ മീൻ പോണേ. ഞാൻ അന്നൊക്കെ ക്യാമറ വെക്കണം എന്നവരെ വിചാരിച്ചത്. അത്ര മൈൻഡ് പോയിന് അന്ന് പറഞ്ഞ അത്ര അഡിക്റ്റേന് മീന്. പേര് പറയില്ല. അതേമാതിരി തന്നെ ഇന്റെ മാത്രല്ല അങ്കുല്ല പ്രശ്നം. എല്ലാവർക്കും ആര് അങ്ങനെ എല്ലായിടത്തും മീൻ പോകും. എത്രയായിട്ടും ആളെ കിട്ടൂലല്ലോ. ലാസ്റ്റ് പറയണേ പ്രസവിക്കാനായ മീനൊക്കെ ചാമ്പി കൊണ്ടുപോവാ. അത്രക്കും അതെന്നാ ഇന്റെ പോയിണ്. ഞാൻ പ്രസവിക്കാനാ അതിനെ മാത്രമേ മാറ്റിയേക്കും. അത്രക്കും അയിന്ന് പിടിച്ചോണ്ട് അയിന്ന് നെക്കി വീഞ്ഞിട്ടൊക്കെ ഉണ്ടാവും ചിലതൊക്കെ. അത് ആ തലന്റെ അവിടെ ഇങ്ങനെ ഉണ്ടാവും നെക്കി പിടിച്ചു. അതെ ആരാണ് അതൊക്കെ? ആനെ കാണാതായത് മീനൊന്നല്ല വില പിടിപ്പുള്ള പ്രാവിനെ. സ്വർണ്ണ കളറുള്ള ഗോൾഡൻ കളർ ഗോൾഡൻ കളറുള്ള ഇവന് ഗോൾഡിന്റെ പൈസ കിട്ടുന്ന പറഞ്ഞാണ്ട് ചെറുക്കിനെ പിടിച്ച് പൈൻ്റെ അടിച്ചു. ഗോൾഡൻ കളർ അങ്ങനത്തെ ടീമാ. അയ്യോ ഗോൾഡൻ പ്രാവായി. എന്നിട്ട് എന്താ ഞാൻ പറഞ്ഞേക്ക് നല്ല ഇത് കൊടുക്കുന്ന ആളാ. എത്താപ്പോ പക്ഷേ നമ്മള് പുറത്ത് പറക്കാൻ വിടൂലേ? പറക്കാൻ വിട്ടതേനി തിരിച്ചെന്നില്ല പോയി അതിന്റെ പോയി. ഇവന്റെ അടുത്ത് വന്നപ്പോ അന്റെ കഥ എന്നോട് എത്തി മറ്റേ ലാസ്റ്റ് മീൻ പോയി ലാസ്റ്റ് നമുക്ക് ചടക്കല്ലോ. അങ്ങനെ ചടിച്ച് ഞാൻ എന്റെ അക്കോരൊക്കെ മൂടി. മീനിനെ ഞാൻ കൊന്നിട്ടൊന്നുമില്ല. ഞാൻ ആർക്കോ കൊടുത്ത് ബാക്കിയുള്ള മീനൊക്കെ ആർക്കോ കൊടുത്ത് ഒക്കെ തീർത്ത് ഒക്കെ ഒഴിവാക്കി. പിന്നെ ഞാന് ഒഴിവാക്കി ഒരു 10 വർഷം ഉണ്ടാവും. ഒരു 2-3 വർഷം കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും നോർമലായി. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോ നമ്മളെ കൂട്ടത്തിലുള്ള ഒരുത്തൽ ഒരു നായി സോറി തൊരി വരാൻ പാടില്ല. അത് കട്ടാക്കണോ? പേര് പറയില്ല. ഇല്ല അപ്പൊ പേര് അറിയില്ല. കള്ളൻ കപ്പലിൽ തന്നെ. അപ്പൊ മിസ്സേ ആ മീനൊക്കെ കട്ട ആരേ കാരോ? ആരാവാനാ സാധ്യത? അതെ ആരാവനാ സാധ്യത? ആരാവനാ സാധ്യത? ഞാൻ പേരും അറിയില്ല. ക്യാമറ ഉണ്ടോ? കാണിച്ചില്ല. പേരും അറിയില്ല. ആള് കാണിച്ചില്ല. ഇതിൽ 3 ആൾക്കാരില്ല. ആരുമില്ല. എനിക്കൊരു കാര്യം പറയണ്ട്. എന്റെ പേരും ഉണ്ടായിരുന്നു തോനെ മീന്. എന്റെ പേരെന്ന് ഫുള്ള് കട്ടുണ്ടാവലുണ്ട്. പക്ഷെ ഞാൻ കട്ട് ഇങ്ങോട്ട് കൊണ്ടുവരലും ഉണ്ട്. വേറെ അതല്ല ഒരു ഡൗട്ട് ഉണ്ട്. നമ്മളെ ടീമല്ല ചെലവിടെ ആർക്കും കൊടുത്തില്ല. എന്റെ ഏട്ടന്റെ അല്ലാണ്ട് പരിപാടി എടുത്തു സെറ്റാമങ്ങ് സെറ്റാക്കാം. എല്ലാരും ഒന്നറിഞ്ഞ രണ്ടാമത്തേന് ചെലവ് അടിച്ചിട്ടല്ലേ? ശരിയാണ് കൊടുക്കാത്ത നിങ്ങള് കാരണതേ ചെലവ് കൊടുക്കണ്ടേ? ആകെ 1500 സബ്സ്ക്രൈബേഴ്സ്. അതും കൂടി പോയാ പിന്നെ നിങ്ങള് തൊട്ടേനും പിടിച്ചാലും സബ്സ്ക്രൈബ് ചെയ്യലും ഫോളോ ചെയ്യലൊക്കെ കണ്ടുപോയാ പോലെ വീഡിയോ. എല്ലാ ആൾക്കാരും കുറേ പോകും. എല്ലാരും ചെറുപ്പത്തില് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓരോ അല്ല ചെറുപ്പത്തില് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിച്ചതാ? ഫ്രീ ആയിട്ട് ഒരു കലയാണ്. ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു കലയാണ്. ചെറിയ രീതിയിൽ കക്കലൊക്കെ അതായത് കേക്കും കട്ട് ചെയ്താണ്ടി. അപ്പൊ ഞാൻ പറയുന്ന കട്ടാവൂല നാട്ടകളെ. പറയണില്ല. അതിന്റെ ഇടയിലാണ് വരുന്നത്. ജോയിന്റ് ആക്കി കട്ട് ചെയ്ത് എല്ലാരും എന്തേലും പറയാൻ വരുമ്പോ ക്യാമറ ഓൺ ആക്കില്ലേ? അപ്പൊ ഓരോട് പോയിക്കോളൂ. ക്യാമറക്ക് ഇത്ര പോരോ? ഇതെന്താ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാ? അതിലൊക്കെ പോവാ. യൂട്യൂബർ ഇവിടെ നോക്കും. ഞാൻ ചോദിക്കും. ഞാൻ അങ്ങനെ നീലവേലി ഞാൻ എല്ലാ ദിവസവും ഞാൻ വരും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വീഡിയോ ഫസ്റ്റ് ആരോട് ചോദിക്കണേ? ഫസ്റ്റ് ആരോട് അല്ല ഇവിടുന്ന് ചോദിക്കാം. ചാമ്പല്ലേ? ഞാൻ ആലോചിക്കട്ടെ.
ചോദിക്കണമെങ്കിൽ കാരണം ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വന്നൊന്നല്ലോ. ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നല്ലേ, ഞാൻ ഇവിടെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നപ്പോ ഈ വീഡിയോ എടുക്കണ അങ്ങനെ കാര്യല്ലേ. ആരോട് പറയാത്തൊരു കാര്യം പറഞ്ഞു, ആരോട് ഇത്ര കാലം വരെ അതൊന്നും വേണ്ട, ആരോടും പറയാത്തൊരു കാര്യം. ഇത്ര കാലം കാത്തു ചോദിച്ച ഇങ്ങോട്ട് പറഞ്ഞത് ശരിയാവോ? അത് ശരിയാവും. എത്തില്ല, എങ്ങനെ എടുത്തു നോക്കൊന്നും വേണ്ട. ഒന്നുമില്ലടാ, ഞാൻ എന്തിപ്പോ ആരോട് പറയാത്തേ? ആ കിടിലം കാര്യം ഉണ്ടാവും, പക്ഷെ തീരെ പറയാൻ പറ്റില്ല. അത് ഇന്നോടൊപ്പം അല്ല, ഇന്നോടൊപ്പം എന്റെ മണ്ണിൽ അലിഞ്ഞു ചേരും. അതാണ് ആ കാര്യം അറിയണ്ടേ. അപ്പളെ ഒരു എനിക്കൊരു പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല, അതിന്റെ പങ്കാളിയോട് മാത്രം പറയാൻ പറ്റുള്ളൂ. അത്ര എക്സ്പ്രഷൻ വന്നു. ഏത് പങ്കാളിയാ അങ്ങനെ പറയാ? ഭാവി പങ്കാളിനോടാണ് അത് കേക്കൂല. ഭാവി പങ്കാളിയും ഭാവി ഒരു പങ്കാളി. അല്ല സത്യം പറഞ്ഞു. ബംഗാളില്ല പങ്കാളി, പങ്കാളിയല്ല ബംഗാളി. ഇവങ്ക് ബംഗാളി അല്ലല്ല, ഞാൻ വേറെ ബംഗാളിനെ ബംഗാളില്ല, മലയാളില്ല, ആരുമില്ല നമുക്ക്. അല്ലല്ല, ഞാൻ കാര്യമായിട്ട് കാണിച്ചിട്ടേ എന്റെ ക്രഷ് ആരാ? നടിമാരൊന്നല്ല, ഫുള്ളി ടോട്ടലി ക്രഷ്. ആകെ യൂട്യൂബ് ചാനലൊക്കെ പറയാം. പിന്നെത്താ ക്രഷ്, പ്ലസ് ടു ഒരു ക്രഷ് ഉണ്ടായിനി. പേര് പറയണ്ട കേട്ടോ, പേര് അറിയില്ല. അല്ലല്ല ഇത് സീനാവും, അന്റെ ക്ലാസ്സിലേനു, ഇന്റെ ക്ലാസ്സിലോ? ഞാൻ പറഞ്ഞ പേര് മാണ്ടട്ടോ. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇവിടെ അടിയുണ്ട്. അതന്നെയാണ്. അപ്പൊ അത് മാത്രാണ് എന്റെ ക്രഷ്. അല്ല, എന്നിട്ട് എനിക്ക് കിട്ടിയോ? കിട്ടി. എനിക്ക് എന്തെങ്കിലും അതായത് ഇപ്പൊ പ്ലസ് ടു, ഞങ്ങളൊക്കെ പ്ലസ് വണ്, ഇപ്പം ആട് കേറി. അതായത് ഇപ്പൊ ആദ്യം മുന്നാസ് കേറിയാണ്. അപ്പൊ മുന്നാസ് വന്നാണ് ഇങ്ങനെ പറയണ്ടേ, ഇപ്പം കടൊരു കുട്ടിനെ എന്താ പേരിനെന്താ പറയാ ഇപ്പൊ നമുക്ക്, ഇന്ന പേരുള്ള ആൾക്ക് ഇവക്ക് ഭയങ്കര താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ക്രഷ് ഉണ്ട്. അപ്പൊ ഞാൻ പാരപ്പത് പിന്നെ എനിക്കും ആ സ്കൂളിൽ കിട്ടി. അപ്പൊ ഇന്റെ ക്ലാസ്സിലാ കുട്ടി. ഞാൻ ആ കുട്ടീനെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇവർക്ക് ഇഷ്ടാണല്ലോ. അങ്ങനല്ല. അപ്പൊ ആയത്തിന് ഒപ്പിച്ചു കൊടുക്കണ്ട നമുക്ക്, നമ്മളെ ഒരു കടമല്ലേ. മാമൻ കാര്യം പറയുമ്പോ പിന്നെ മേത്തക്കായോ? അല്ല, ലാസ്റ്റ് എന്നാലും ആദ്യത്തെ സത്യം പോലെ പറഞ്ഞു. ലാസ്റ്റ് മുന്നാസിന്റെ ക്ലാസ്സുള്ള, അതായത് ഈ മുബീൻ അല്ല അവന്റെ പേര് ശരിക്കത്തെ, ഈ മുബീന്റെ ക്ലാസ്സുള്ള ഒരു ചെക്കൻ തന്നെ ആ കുട്ടീനെ ഇഷ്ടണ്ട് എന്ന് പറഞ്ഞു. മുബീന്റെ ക്ലാസ് വേറെ, ഇന്റെ ക്ലാസ് വേറെ. വിളിക്കള്ള തല്ലുന്ന. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പടം പൗതിയാക്കിട്ട് പോകുന്നത്. ഞാൻ പടം ഇപ്പൊ ഒരു ബ്രേക്കപ്പ് ആണ്. ഇപ്പൊ ബ്രേക്കപ്പാ. അത് പ്ലസ് ടു മാത്രമല്ലേ. അതൊക്കെ ഇപ്പൊ കല്യാണം കഴിച്ചു പോയാ. എന്ത് തേങ്ങക്കാ ചെറുക്കൻ സിംഗിളാണ് പോയില്ല. ബാംഗ്ലൂർ ഉണ്ട്. സോറി, ബാംഗ്ലൂര് പോയി. അതല്ല മാറ്ററെ വിട്ട്. എന്നിട്ട് ബാംഗ്ലൂരാണ്. അല്ല, അപ്പൊ കുട്ടീനെ എങ്ങനെ പോയെച്ചാല് സംഭവം പക്ഷെ ഇപ്പൊ ഇഷ്ടമില്ലാന്ന് ഒറ്റയടിക്ക് പറഞ്ഞിട്ടില്ല. അതായത് മുന്നാസിന്റെ ക്ലാസ്സിലുള്ള ആ ചെക്കന് ഈ കുട്ടീനെ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ ഇവൻ തന്നെ പറഞ്ഞ് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, ഞാൻ നല്ല കുട്ടിയെ, ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല തന്നെ ഒഴിഞ്ഞു പോയി മാറി കൊടുത്തത്. അങ്ങനെ വേണം പറയാൻ. നല്ലവനായ ചെക്കനാണ്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, എനിക്ക് ആകെ ആദ്യമായിട്ടുണ്ടായ ക്രഷാണ് അത്. പക്ഷെ അതൊന്നല്ല എനിക്കതല്ലേ ഇനി 5 to 7 ഒരു കാണുന്ന പിന്നെ അടുത്ത വ്ളോഗില് വരാം. അടുത്ത വ്ളോഗിന് എന്തെങ്കിലും സസ്പെൻസ് വേണ്ടേ? അടുത്ത വ്ളോഗ് കാണുമ്പോ നിങ്ങൾക്ക് ഇവന്റെ ലവ് സ്റ്റോറി
ഇതൊക്കെ ഈ ക്രഷിനെ ഒഴിവാക്കാൻ കാരണം എന്താ അറിയോ? ആ സ്കൂളിലുള്ള ആ ഒരു ഇതിലുള്ള VHS അല്ല അതാണ് VHS എന്തായാലും ആ സ്കൂളിലുള്ള ഇത് പ്രസ്തുത ആ ബ്ലോക്കിലുള്ള എല്ലാ ആൺകുട്ടികളും ആ കുട്ടീന്റെ നമ്മള് പിന്നെ അതിന്റെ ബാക്ക് പോയിട്ട് എല്ലാ കാര്യം അതന്നെ അതിന്റെ ബാക്കിൽ നടക്കേണ്ട കാര്യമുണ്ടോ? ആടാ മാണ്ടേ എന്നിട്ട് അതിനോണ്ടാ കാണിച്ചതിന്റെ വിഷയം എന്താ പറയുക? എനിക്ക് ആ ക്യൂരിയോസിറ്റി ആയപ്പോ ആരാ എന്താണെങ്കിലും അത് പോയി. ഞാൻ സത്യം ആഴ്ച സത്യം പോലെ പറഞ്ഞു. സത്യം പോലെ പറഞ്ഞു. സത്യം പോലെ പറഞ്ഞു. ഓക്കെ അത് പറഞ്ഞ സത്യമാണ്. ബാക്കി ഞാനും പറഞ്ഞില്ല. അന്റെ ക്രഷ് ആരാ? ഇമ്മേ അതാണ് സത്യം പോലെ പറയണം. നീ വെറുതെ അടുത്ത സ്ക്രിപ്റ്റ് ആലോചിച്ചിരിക്കണ്ട, സ്ക്രിപ്റ്റ് ഇറക്കണ്ട, ഇല്ല വാല് പറഞ്ഞാൽ നമുക്ക് അതിന് അങ്ങനെയൊന്നും ഇല്ല. നമ്മള് ഇൻട്രോവേർട്ട് അല്ലേ? നമ്മള് ഈ ഫ്രണ്ട് സർക്കിളിൽ മാത്രം എങ്ങനെയുണ്ട്, അതത്രേ പുറത്ത് ഇൻട്രോവേർട്ടാ. പേര് പറയണ്ടല്ലോ. പേരൊന്നും പറയണ്ട, ഒരിക്കലും പേര് അറിയില്ല. ഞാൻ എന്താ പറയാ? ഇല്ല പോലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവിടെ. ചെറുക്കന്മാരാ വിഷയമില്ല. എനിക്കങ്ങനെ ക്രഷ് ആയിട്ട് ക്രഷ് ആയിട്ട് സ്കോച്ച് ആയിട്ടൊക്കെ ഉണ്ട് എനിക്ക് പറയും. ഇല്ല എനിക്ക് അങ്ങനെ ആരെയൊന്നും കിട്ടാനില്ലല്ലോ, ഒന്നുമില്ല. വെറുതെ 12 മിനിറ്റ് വെറുതെ ചെക്കന്മാര് എല്ലാവരും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കട്ടെ. സത്യമായിട്ട് അല്ലല്ല, സത്യം പറഞ്ഞാല് സ്റ്റിൽ ഒരു 8 to 10 ക്രഷ് ഉണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ 8 to 9 ഒരു ക്രഷ് തന്നെ കൊണ്ടുവരുന്നത്. അറിയാൻ പറഞ്ഞ ഫസ്റ്റത്തെ ക്രഷ് എന്ന് പറഞ്ഞാൽ 5 അത് ഞാൻ പ്രപ്പോസ് ചെയ്തത്. അല്ലല്ല പറഞ്ഞേക്കടാ, 5 ഞാൻ പ്രപ്പോസ് ചെയ്തത്. ഫസ്റ്റ് ഒക്കെ ഓളിങ്ങനെ പറഞ്ഞോ ചെന്നിട്ട് പേടിക്കുന്നു. മടി എന്തിനാ അവൻകൂല്ലോ എന്റെ ഞാൻ പറയണോ? ഫസ്റ്റ് കോൾ ഇങ്ങനെ ആട്ടി വിട്ടേ. പിന്നെ ലാസ്റ്റ് ഫസ്റ്റ് ഓള് ഓക്കെ പറഞ്ഞു. ഫസ്റ്റ് ഓള് ഓക്കെ പറഞ്ഞു, പിന്നെ 5 ഓക്കെ പറഞ്ഞു, പിന്നെ 6 എന്റെ കൂടെയുള്ള ഒരുത്തൻ തന്നെ പൊട്ടിച്ചു തന്നു. ഓരോ കൊല്ലം വെച്ച് പ്രോസസിംഗ് ടൈം മതി. ഒന്നും പറയണ്ടല്ലോ, അതിന്റെ ഇടയിലൊക്കെ പറഞ്ഞാൽ പിന്നെ കൊറേ ആവൂലേ. അപ്പൊ പിന്നെ 7 പിന്നെ ഒന്നും ഇല്ലാതെ പോയി. പിന്നെ 8 പിന്നെ എന്നെ ഇങ്ങോട്ട് വന്ന്. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അപ്പൊ ഞാൻ ഒഴിവാക്കി. പിന്നെ 8 എനിക്ക് വേറെ രക്ഷ. ഓക്കെ അത്രേ ഉള്ളൂ. പിന്നെ 8, 9, 10 പ്ലസ് അല്ലല്ല സെയിം. പിന്നെ ഞാന് പിന്നെന്തായി, ആ കൊറോണ ടൈം സിഗ്മ ടൈം എത്തി. പിന്നെ സിഗ്മ ആയി, കുറച്ചാല് സിഗ്മ കൊണ്ടുവരുന്നത്. പിന്നെ എങ്ങനെ വന്ന് ലാസ്റ്റ് എന്താ പറയുന്നത്? അല്ലല്ല ഇപ്പം സ്റ്റിൽ സിഗ്മ ആണോ അതോ എവിടെയെങ്കിലും ക്രഷ് ഒളിഞ്ഞു കിടക്കുന്നോ? ഇല്ല ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാന് ഇന്റേതായിട്ടുള്ള എനിക്ക് കുറച്ച് അതാ അല്ല ഇപ്പൊ എനിക്ക് അങ്ങനെ ആരോടോ ഒന്നുമില്ല, ഒരു ക്രഷോ കാര്യങ്ങളോ ഇപ്പൊ ലൈനോ ഒന്നും. സ്വന്തം കാര്യം നോക്കി അടിപൊളിയായിട്ട് ലൈഫ് പോകും. മാസില്ല ഇപ്പോഴും നോളജ് എടുക്കാനുള്ള ടൈം ഇല്ല അല്ലേ നമുക്ക്. എല്ലാരും സ്വന്തം കാര്യം നോക്കുക. സ്വന്തം കാര്യം മീൻസ് ഒരു +2 പെണ്ണ് വേണ്ട നമ്മള് ലബനീസ് ആവൂല. അടുത്ത നമ്മളെ ഇല്ലാ നിക്കൂല മനസ്സിലാണ് ഒരു കുട്ടിയോട് എന്താ ഇഷ്ടം തോന്നുന്നു. അതെനിക്കറിയാം. സംഭവം എന്താന്നറിയോ? സംഭവം എന്താ വെച്ചാല് ഞാൻ LKG മുതല് 10ാം ക്ലാസ് വരെ ഒരുത്തന്റെ കൂടെ പഠിച്ചേ. അത് പറയേണ്ട നേരത്തിന് പറഞ്ഞ അസ്കർ ജമേൽ. അസ്കർ ഇപ്പൊ വരും. അല്ലല്ല അത് ഇതില് വിളിച്ച അതാദ്യം പറയണോ? എന്താന്ന് വെച്ചാ ഒരേ ക്ലാസ്സില് ഒരേ ബെഞ്ചില് അടുത്തടുത്തിരുന്ന് പഠിച്ചോലാണ് ഞങ്ങള്. അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികളോട് തോന്നിയോ? അതല്ലേ പറയണത്. അതുകൊണ്ട് അൾട്ടിമേറ്റ് കയ്പ് മാത്രം. ബാക്ക് ബെഞ്ചിലായോണ്ട് കയ്പ് മാത്രമേ ഉള്ളൂ. ടീച്ചർ പറയണതിന് എക്കോ അടിച്ച അങ്ങനെയൊക്കെ ആണല്ലോ.
അല്ലല്ല എടാ ഈ ക്രഷ് എന്താണ്? നമ്മളിപ്പോ കുറെ സ്കൂളിലെ പഠിച്ചേ 1 മുതൽ 4 വരെ. ആ 1 മുതൽ 4 വരെയുള്ള എന്റെ ക്രഷ് ആയിരുന്നു. ചെറുപ്പം മുതലേ ഞാനും അസ്കറും എടുത്തൊരു നീയത്തുണ്ട്. പേര് പറയണ്ട. പേര് പറയാനൊന്നുമില്ല. ചെറുപ്പം മുതലേ ഞാനും അസ്കറും എടുത്തൊരു നീയത്തുണ്ട്. പെരക്കാര് കാണിച്ചു തരുന്ന പോലെ കെട്ടാ. അത്രേ ഉള്ളൂ. ചെറുപ്പം മുതലേ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെ കിട്ടും. ചെറുപ്പം മുതലേ പ്ലാൻ ഇങ്ങനെ പറയും. അല്ലല്ല സംഭവം പ്രേമിച്ചുള്ള കല്യാണം എങ്ങാനും ആണെങ്കിലേ അല്ലല്ല ഉള്ള സത്യം പോലെ പറയും. എന്റെ കാര്യം പറയും. നിങ്ങക്ക് അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലടാ. അസ്കറിനോട് ചോദിച്ചാലും മതി. അസ്കറിനും ആരുമില്ല. ഞാൻ പറഞ്ഞു ഇവന്റെ ക്രഷ് ആയിട്ടല്ല. അല്ല ഇജല്ല എന്റെ പറയണ്ട. എന്റെ പറയും. എന്റെ മറ്റേ പറയും. അതാ അപ്പൊ അന്റെ അറിയുന്നോല് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒക്കെ ഞാൻ പറയാൻ രസം ഉണ്ടാവില്ല. അല്ലല്ല ഇജ്ജ് പറഞ്ഞല്ല ഓൻ പറഞ്ഞില്ല. ഓനൊക്കെ ഓൻ പേടിച്ച് നിൽക്കാണ്. ഒരു 8 8 9 10 ഈ ഒരു സീസൺ അത് കറക്റ്റ് ക്ലാസ് എത്ര എനിക്കറിയില്ല. പറഞ്ഞ അസ്കർ ഞാനൊക്കെ ഒരേ ക്ലാസ്സിലാണ്. അല്ല ഒരേ ക്ലാസ്സിലല്ല, ഒരേ ബാച്ചാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും ഒപ്പം നടക്കും. അപ്പോൾ ഓനെ ഓരോ പെൺകുട്ടികളൊക്കെ നോക്കും. അല്ല അസ്കറിനില്ലാന്ന് വെച്ച് പറഞ്ഞ് 3 എനിക്കറിയാം. അതായത് ശേഷം ഞങ്ങൾ തന്നെ. അപ്പൊ ഞങ്ങളില്ലേ, അതായത് ഞങ്ങളെല്ലാവരും പെൺകുട്ടികളൊക്കെ നോക്കുമ്പോ ഇവനോട് ചോദിച്ചു, അല്ല അങ്കാരില്ല ഈ ചെത്താരും നോക്കാത്ത മീൻസ് ഓൻ സ്കൂളിൽ നിന്ന് ആരും നോക്കൂല. പറഞ്ഞു ശരിയാ ഒറ്റയ്ക്ക് നടക്കും ഞങ്ങളൊക്കെ. ആദ്യത്തെ ക്യാമറ അപ്പൊ ഇവ ഇങ്ങനെ ആരും നോക്കൂല. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, ഞങ്ങളെല്ലാരും ചോദിച്ചു, അല്ല അങ്കാരില്ല ചങ്ങായി. അപ്പൊ പറഞ്ഞു ഒരാളുണ്ട്, പക്ഷെ ഞാൻ പറയില്ല. അങ്ങനെ തന്നെ കുറെ കാലം. പിന്നെ ഓൻ തന്നെ പറഞ്ഞു, ഓൻ കാര്യം പറഞ്ഞു, എനിക്ക് ആളുണ്ട്, ഞങ്ങളോട് എല്ലാവരോടും പറയാമെന്നാണ് എന്നൊക്കെ പറഞ്ഞു. ഓൻ ചാറ്റൊക്കെ കാണിച്ചത്, കുറെ നേരം ചാറ്റൊക്കെ കാണിച്ചത്. അപ്പൊ ഞങ്ങളെല്ലാവരും വിശ്വസിച്ച് ഇവന് ശരിക്കുള്ളതാ എന്നൊക്കെ പറഞ്ഞത്. ഇനി വാക്കിച്ച് പറയും, വായിക്ക് കമ്പങ്ങ് പിടിച്ചില്ലേ, മണ്ടന്മാരെ പറ്റിച്ചതാ. ആ സ്ക്രിപ്റ്റ് ഇവൽക്കന്നെ മനസ്സിലായി. എന്നെ ചാമ്പി അസ്കറിന്ന് കിട്ടാത്ത അടി ഇടി കച്ച. ലാസ്റ്റ് പറയുകയാണെങ്കിൽ അതും എൻ്റെ കസിനേന് ഇപ്പൊ നമ്മളെ പറ്റിച്ച്. അങ്ങനെ ഒന്നും ഇല്ലേന്. അതായത് ഇപ്പൊ ജസ്റ്റ് സത്യം പോലെ പറയല്ലേ 10ാം ക്ലാസ് വരെ തുപ്പിയാലും തുമ്മിയാലും പറയുമോ? 10ാം ക്ലാസ് വരെ ഒരു മനുഷ്യക്കുട്ടിനെ പോലും നോക്കില്ല. പെൺകുട്ടികളെ പറട്ടെ, ഞാൻ പറഞ്ഞരാ 10ാം ക്ലാസ് ആയിട്ട് ഒരു കുട്ടികളെ ജോലി നോക്കില്ല. ഇവന്റെ ക്ലാസ്സിൽ 2 കമ്പനിക്കാരും കൊണ്ടുവന്നത് പേര് പറഞ്ഞില്ല. 2 ചെക്കന്മാര്, 2 നല്ല ചെറുക്കന്മാര്. എന്നിട്ട് ഇവര് ഇന്നെ കൂട്ടിയാണ്ട് അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ. ഇവർക്ക് അവിടെ ഇവിടെ ഓരോ കുട്ടികളും. ഞാനിത് ഇങ്ങനെ ആരെ തൊള്ളേക്ക് നോക്കിയാണ്ട് ഇങ്ങനെ. അപ്പൊ അങ്കനൊരു ത്രില്ല് അല്ലല്ല. അപ്പൊ ഓങ്കൻ ത്രില്ല് വന്നു. ഇവല് മാത്രം അല്ലല്ല അപ്പൊ ഇവലെ കുട്ടികളെ കാണാൻ പോയി. ഇവലെ കുട്ടികളെ കൂടെ കുട്ടികളൊക്കെ ഞാൻ അങ്ങനെ കാണും. എന്ത് ഓല് കാവല് ഇപ്പം കാവല് അല്ല കാവൽ പ്ലസ് അങ്ങനെ പറയല്ലേ. അപ്പൊ ഇവല് 2 ചങ്ങായിമാര് 2 കുട്ടികളായിട്ട് കമ്പനിയായിട്ട് വരുന്നു. ഓല് സംസാരിക്കുന്നു. അപ്പൊ ഓലെ കൂടെ ചില കുട്ടികൾ വരും. അപ്പൊ ഞാൻ എന്തായാലും പോസ്റ്റ് അല്ലേ, ഞാൻ ഈ കുട്ടികളോടൊക്കെ ഇങ്ങ് വർത്താനം പറഞ്ഞു. എത്രാം ക്ലാസ് വരെയാന്ന് പറഞ്ഞേ? 10ാം ക്ലാസ്. പക്ഷെ അതിൽ എനിക്കൊരു ഡൗട്ട് ആവും. ഇതിന്റെ മറ്റേ കാക്കോട് പോലത്തെ തയ്യാറ പറഞ്ഞു. ബുദ്ധിയില്ലാത്ത എന്തോ തോന്നി. പക്ഷെ അതുണ്ട്, ഞാൻ അതടക്കം പറഞ്ഞു. അതെന്താ വെച്ചാല് എനിക്ക് വ്യക്തൊരു കാരണം. ഞാന് മറ്റേ നമ്മളെ കുളത്തില് ചാടാൻ വന്നു. ഏത് ഇജ്ജ് മറ്റേ മുഞ്ഞാണ്ട് ഒരു ക്യൂരിയോസിറ്റി ആണ്. ഞാൻ ചാട വരുന്നു, ഞാൻ ചാടുന്നു. നമ്മൾ ഡെയിലി ചാടുന്നു പോകുന്നു. അപ്പൊ കൊളക്കടവിലൊരു കുട്ടി, പെട്രോളൊക്കെ ചെയ്തിട്ട് ഞാൻ ആ കുട്ടീനെ സുന്ദരിയായിട്ടുള്ളൊരു കുട്ടി. അപ്പൊ കുട്ടീനെ കാണുന്നു. വമ്പ ടിസ്റ്റ് ലാസ്റ്റ് പറയാൻ പറ്റൂല. അത് പറയണം. തന്നെ അടി വെച്ചിട്ട് കേസാണ്. വെറുതെ വയൽ പോണാട്ടി വെറുതെ പാർത്തോട് ഇങ്ങോട്ട് അതെന്താ വെച്ചാലേ അപ്പൊ നമ്മള് കമ്പനിക്കാരോട് പറയല്ലോ ആ കുട്ടീനെ നല്ല രസല്ലേ, അത്ര മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ കുട്ടീനെ കാണുള്ളൂ. അപ്പൊ ആ കുട്ടീനെ കാണുമ്പോ നമ്മള് ആൺകുട്ടികളല്ലേ, നമ്മൾ ആരായാലും ഇപ്പൊ പറ്റുന്ന ഒരു നല്ല രസമുള്ള കുട്ടിയാണെന്ന് നമ്മള് പറഞ്ഞു പോലോ. ആ കുട്ടീനാണ് നല്ല രസമില്ലേ അറിയില്ലേ, അത്ര മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ശേഷം ഇവര് ഇങ്ങനെ എന്നും ഞാൻ വരുന്നു ഇന്നെ കളിയാക്കണു. കളിയാക്കി ലാസ്റ്റ് എനിക്ക് തന്നെ എന്തോ ആര് കളിയാക്കണെന്ന് പറഞ്ഞേ?
എന്റെ കൂടെ ഉള്ളവര് എന്റെ കൂടെ ഉള്ളത് പേര് പറയണ്ട. പേര് പറയണ്ട അല്ല നമ്മളെ കൂട്ടത്തിലുള്ളവരാണ് ഈ പേര് പറഞ്ഞത്. നമ്മളെ കൂട്ടത്തിലുള്ളവരാണ്, പക്ഷെ ഒലിപ്പോ പുറത്താണ്. അപ്പൊ അത് പറയണ്ട. അപ്പൊ ഓലങ്ങനെ ഒന്നു ഇന്നെ ഡെയിലി കളിയാക്കും. എനിക്കെന്നെ എന്തോ പോലെ കൊളത്തുനിന്ന് തല കുത്തനെ മറിഞ്ഞ് തലൊക്കെ പൊട്ടി ഞാനിവിടെ പെരയെ കടുപ്പായി. ആ പെരയെ കിടക്കണ ആ പെരയെ കിടക്കണ ടൈമിൽ ഇവലെന്താട്ടി ഇവല് ഓളോട് പോയി പറഞ്ഞ് ഓൻക്ക് അന്വേഷിച്ചാണ്. അത് അപ്രസ് ടിസ്റ്റായി അത് എങ്ങനെ ക്രഷ് ആവും? ഒരിക്കലും ക്രഷ് അല്ല, ചാമ്പ്യ കഥയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് അങ്ങനെയാണ് വന്നു, വെറും ചാമ്പിലേ വല്ലാത്തൊരു കഥയാണ്. ഇല്ല ഒരു കാര്യമില്ല. നീ വീഡിയോ ഓള് കാണണ്ടേ, ഓള് മനസ്സിലാക്ക. നമ്മൾ നിരപരാധിയാണ്, നമ്മൾ അറിയില്ല. നല്ലതുണ്ടാവും. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്, എനിക്കറിയില്ല. നിരപരാധിയാണല്ലേ? അപ്പൊ പിന്നെ എന്തെങ്കിലും പറയണ്ടോ? പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡാക്കി പറയാം. എപ്പിസോഡ് പറയല്ലേ? കാരണം വെച്ചാൽ ഒക്കെ ഒരു എപ്പിസോഡിൽ തന്നെ പറഞ്ഞാൽ ആൾക്കാർ വിചാരിച്ചു എല്ലാരും പോവാ. കാരണം അടുത്ത എപ്പിസോഡ് എനിക്ക് ഇനി ഉണ്ടാക്കിയിട്ട് വേണം പുതിയത്. എല്ലാരും പോകേണ്ടി വരും, എണ്ണല്ലാത്ത വണ്ടിയിട്ട് പോയണോ? ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല പോയി. അതിലില്ലല്ലോ. അടുത്ത ഇതാണ് ഈ കഥയുടെ ടിസ്റ്റ്. ഒരു ചങ്ങായി വണ്ടി കൊണ്ട് പോയിക്കണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. വൈൻഡപ്പ് ആക്കിയാലോ? വൈൻഡപ്പ് ആക്കല്ലേ? ബസ് ടൂറിസ്റ്റ് ബസ്. ആ ചക്കന്മാർക്ക് ആള് കൂടുവോ? പൂട്ടണ്ട. ഇപ്പൊ അല്ലെങ്കിൽ കൊറേ ആൾക്കാർ ഇറങ്ങി വന്നാണ്ട് വൈൻഡപ്പ് ആക്കില്ലേ? അപ്പൊ വന്നപ്പോ മുതലുണ്ട് വൈൻഡപ്പ് ആക്കല്ലേ ചോദിച്ചത്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ഈ ഒരു ചക്കന്മാര് എടാ ചക്കന്മാര് തിരിക്കണ്ട. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യണ്ടേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ. അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ ഒരുപാട് ടിസ്റ്റുകളായിട്ട് നമ്മളെ റിയൽ കഥകളുമായിട്ട് ഞങ്ങൾ ഇനിയും തുടരും. അടുത്ത സ്ക്രിപ്റ്റ് ഇറക്കിയിട്ടാണോ? ഞാൻ ആലോചിച്ച് പെരെ പോയിട്ട് ഇങ്ങനെ സ്ക്രിപ്റ്റ് ആയിട്ട് ഇറക്കണം. ഇത്രയും സ്ക്രിപ്റ്റ് ഇത്താർക്കും ഒരു ഉത്തര അടുത്ത പടം ഇറക്കണ്ടേ ഞങ്ങള് സ്ക്രിപ്റ്റ് ആയിട്ട്. അപ്പൊ ബൈ ഗൈസ്. ഞങ്ങളെ വ്ളോഗ് കഴിഞ്ഞതിന് ശേഷം നമ്മള് പറഞ്ഞത് തന്നെ കുടുങ്ങി കുടുങ്ങി. ഇവിടെ ഞാൻ വണ്ടിയില്ല, ബദറുവായി ഗൈസ്. എന്റെ വണ്ടിയിൽ എണ്ണ ഇല്ലാത്തോണ്ടാണ് ഞാൻ ഇവിടെ നടന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി